2, 3, 4, 5, 6, 7, 8, 9. ഒരുപാട് തല്ലുകൊണ്ടതിന് ശേഷമല്ലേ നമ്മൾ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാതെ പഠിച്ചത്. ഇപ്പൊ ഒരു ചെറിയ ട്രിക്കിലൂടെ ഗുണന പട്ടിക എങ്ങനെ ഈസിയായി പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. 9 × 9 എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? ഓക്കെ. 4 + 4 8. പിന്നെ ഈ മാറി നിൽക്കുന്ന ഒന്നും 8 ഉം 1 ഉം 81. 81. താങ്ക് യു. ഇനി 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ മറ്റൊരു മെത്തേഡിലൂടെ നമുക്ക് നോക്കാം. 9 × 5 എത്ര? ഓൾറൈറ്റ്. 1, 2, 3, 4, 5. 4 and 5 45. താങ്ക് യു. ഈ മാജിക് ട്രിക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്? സാധാരണയായി നമ്മൾ കണക്കുകളൊക്കെ കൂട്ടുന്നത് ലെഫ്റ്റ് ബ്രെയിൻ കൊണ്ടും ചിന്തകളും ഭാവനകളും ഒക്കെ നമ്മുടെ റൈറ്റ് ബ്രെയിനിലുമാണ് നടക്കുന്നത്. ഇത്രയും നാളും നാം ലെഫ്റ്റ് ബ്രെയിൻ കൊണ്ട് ചെയ്തിരുന്ന അരിത്തമെറ്റിക്സ്, ജോമെട്രി, ആൽജിബ്ര ഒക്കെ ഇനി റൈറ്റ് ബ്രെയിനെ കൊണ്ട് ചിന്തിപ്പിച്ച് വിഷ്വലുകളായി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ സാധിച്ചാൽ അത് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിരുന്നു പഠിക്കുന്നതിലും ബൈ ഹാർട്ട് ചെയ്യുന്നതിലും ഉണ്ടാകുന്ന മുഷിച്ചിലും പഠനത്തോടുള്ള വിരക്തിയും ഈ മെത്തേഡിലൂടെ ഒഴിവാക്കാം. ശാസ്ത്ര ലോകത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ ഐൻസ്റ്റൈൻ പോലും അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ 10% ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു സാധാരണ എഡ്യൂക്കേറ്റഡ് പേഴ്സന്റെ ബ്രെയിൻ 5% മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സോ വി ഹാവ് ടു ഇൻക്രീസ് അവർ പൊട്ടൻഷ്യൽ. ഐ ഹോപ്പ് all of you will rise your potential. And with that hope, I conclude my project on modern education. Thank you. നമ്മുടെ സയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ ആദ്യത്തെ പ്രോജക്റ്റ് മനുവിന്റേതാണ്. വെരി ഗുഡ് മനു. നെക്സ്റ്റ്, എ സയന്റിഫിക് പോയം ബൈ സബീന എസ്. പിപ്പറ്റും പ്യൂററ്റും ഞെക്കിപ്പീടിഞ്ഞപ്പോൾ പെർമാംഗനേറ്റിന്റെ കളറ് പോയി. ഹൈഡ്രജനും ഓക്സിജനും കെട്ടിപ്പീടിച്ചപ്പോൾ ഭൂമിയിലൊക്കെയും വെള്ളമായി. ടൂണിംഗ് ഫോർക്കിലൊന്നാഞ്ഞു തട്ടുമ്പോൾ മൂക്കത്തെ കണ്ണ് കാണത്തില്ലല്ലോ. നല്ല ഉന്നോ. സ്റ്റാൻഡ് അപ്പ് അഞ്ജലി. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? തീരെ കൊച്ചുകുട്ടിയാണോ വിചാരം? ടീച്ചറെ, അത് ഞാൻ... മതി, നോ എക്സ്പ്ലനേഷൻസ്. ആ ഡസ്റ്റർ വലിച്ചു കയറാതെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ കണ്ടതാ താൻ അവിടെ ഞെളിപിരി കൊള്ളുന്നത്. ബെല്ലടിക്കുന്നവരെ അങ്ങോട്ട് മാറി നിൽക്ക്. സൈലൻസ്. കണ്ടിന്യൂ. മുൻകോപത്താൽ കണ്ണുരുട്ടിയാൽ ന്യൂട്രോണും പ്രോട്ടോണും കൂട്ടിമുട്ടും. പാടത്തെ മാക്രിയും തട്ടിയും മാനം കെട്ടു മലർന്നു വെട്ടി. ഓപ്പറേഷൻ പഠിച്ചു. നമുക്കൊരു വിസ അടിച്ചല്ലോ. ഇന്നെന്റെ ബർത്ത്ഡേ. Wow, happy birthday Anjali. Many happy returns of the day. Thank you. Happy birthday to you. Happy birthday dear Anjali. Happy birthday to you. Many happy returns of the day. Thank you. Happy birthday. Thank you. Would you like to drink anything? Wine, can, beer, coke, something? What do you like, sir? Wine, beer? എനിക്ക് വല്ല നാരങ്ങ വെള്ളം മതി. ചിപ്പോടെ കഞ്ഞി. പൈസ ഞാൻ കൊടുത്തോളാം. ഇവിടെ നിന്റെ നാരങ്ങ സോഡയൊന്നും കിട്ടില്ല. 2 coke and 1 plate french fries. Just 2 minutes. നീ എന്താടാ വരണ്ടിരിക്കുന്ന പെരിച്ചാഴിയെ പോലെ? അതൊക്കെ പോട്ടെ, എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെ? ബർത്ത്ഡേ ഗിഫ്റ്റോ? അതിന് നേരത്തെ ഒരു നോട്ടീസ് മുന്നറിയിപ്പൊന്നും ഇല്ലാതെ. അയ്യടാ, കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും എക്ലേസ് വാങ്ങിക്കൊടുത്തപ്പോ ഞാൻ നിനക്ക് ഐസ്ക്രീമാ വാങ്ങി തന്നെ. എന്നിട്ട് ഞാനിപ്പോ അതോർത്തോണ്ടിരിക്കാണോ? പെണ്ണ് കൊള്ളാലോ. ഇപ്രാവശ്യം കുട്ടികൾക്ക് മുട്ടായി പോലും വാങ്ങി കൊടുക്കാതെ ഇതൊക്കെ എന്റെ മമ്മി. ചുപ് രഹോ. ക്ലോസ് യുവർ ഐസ്. ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ. My desire is like a breeze. You in every raindrops and you look like a pretty princess. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക. ശമ്പള പരിഷ്കരണം ഉടൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ സിന്ദാബാദ്. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക. 1997 മാർച്ച് മാസം നടപ്പാക്കിയ ശമ്പള പരിഷ്കരണം കഴിഞ്ഞ 8 വർഷമായി പുനഃപരിശോധിക്കാതെ കേരളത്തിലെ 5.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഈ സർക്കാർ വഞ്ചിക്കുകയാണ് ഉണ്ടായത്.
സുഹൃത്തുക്കളെ, കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ 10 മടങ്ങ് വില വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ 5 തവണയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ വർധനവുണ്ടായത്. 8 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സവോളയ്ക്ക് ഇന്നത്തെ കമ്പോള വില 22 രൂപയാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങാൻ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ ഇന്ന്. കേരളത്തിൽ ഇടത്തരക്കാരായ ജനങ്ങളിൽ നാം അറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതമാണ് ഈ ഉപഭോക്തൃ സംസ്കാരം. ഇതിനെ വളർത്തിയെടുക്കുന്നതിന് മുഖ്യ പങ്കാളി ഉപയോഗിച്ച് പഴഞ്ചനായ ആഗോളവത്കരണം തന്നെയാണ്. മനസ്സിലാക്കുന്നില്ല. നമ്മൾ കടമെടുക്കുന്ന ഈ വിദേശ സംസ്കാരം ഇനി വരുന്ന തലമുറയുടെ അന്തകനായി മാറുമെന്ന് ഈ NCC സ്പോർട്സിനൊക്കെ നിർബന്ധിച്ച് മാറ്റി നിർത്തിയ ഞങ്ങളവനെ. ഇക്കൊല്ലം ഏതായാലും മറ്റൊന്നിൽക്കും ഡൈവേർട്ട് ചെയ്യണ്ട. പഠിക്കാവുന്ന സമയത്രയും പഠിക്കട്ടെ. ഏതെങ്കിലും ഒരു റാങ്ക് കിട്ടാതിരിക്കില്ല. ഞാനങ്ങനെ റാങ്കിന് വേണ്ടി ഒന്നും പഠിപ്പിക്കുന്നില്ല. മെഡിസിനും എഞ്ചിനീയറിംഗിനും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. സാറ് പറഞ്ഞതാ കറക്റ്റ്. ഈ ഡോക്ടറെ എഞ്ചിനീയറൊക്കെ പാർക്കാ വേണ്ടിയേ. ഇപ്പൊ ഡിമാൻഡ് മുഴുവൻ IT ഫീൽഡിനല്ലേ. എത്ര ശമ്പളം? 1-1.5 ലക്ഷമല്ലേ? അതൊക്കെ എത്ര കാലത്തേക്കാ സാറേ? ശമ്പളത്തെക്കാൾ ഉപരി നല്ല റെസ്പെക്ടബിൾ പ്രൊഫഷനിൽ എത്തണം. IAS ഒക്കെ പോലെ. അതിന് വെറുതെ കാണാതെ മാത്രം പഠിച്ചാൽ പോരാ. എല്ലാത്തിനോടും നല്ല ആറ്റിറ്റ്യൂഡ് വേണം, പ്രത്യേകിച്ച് ജനറൽ. ശരിയാ. എന്നാൽ ഈ സിവിൽ സർവീസ് ഒക്കെ എഴുതിയെടുക്കാന്ന് പറഞ്ഞ അല്ല, ഞാൻ പറയണ്ടല്ലോ. ഒക്കെ സാറിന് അറിയാലോ. എല്ലാത്തിനും ഒക്കെ ഒരു ഭാഗ്യ സാറേ. ആ അതെ. റോക്കറ്റല്ല പാട്ടി, ഒരു ചരക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേനെ. ரொம்ப ലേറ്റ്. വെരി സോറി. കാട് കളിക്കോ? അല്ല, സാറിതെവിടെ ആയിരുന്നു? ആഹാ, ട്യൂഷൻ കഴിഞ്ഞ് നീ എത്തിയോ? എന്റെ ഈശ്വരാ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ ഇത് എവിടെ ആയിരുന്നടാ ഇത്രയും നേരം? എന്താ നിന്ന് ചിരിക്കുന്നേ? വിളിച്ചന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവുമില്ല. അമ്മ ഇതന്നെ അമ്മ പൂട്ടിക്കൊണ്ട് നടക്കുന്നേ. ഒന്ന് വേഗം തുറന്നേ. തലവേദന എടുത്തിട്ട് പോയോ? കണ്ടോ കണ്ടോ, കള്ളൻ വെറുതെ വിഷയം മാറ്റുന്നതാണ്. കള്ളം നിന്റെ. വിഷമിക്കണ്ട, നിനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ദാണ്ട് അച്ഛൻ വരുന്നുണ്ട്. ആ, നീ അങ്ങനെ വിധമൊന്നും മാറ്റണ്ട. എവിടെയായിരുന്നു ഇത്രയും നേരം? അച്ഛനും ഇന്ന് ലേറ്റ് ആണല്ലോ. ഇത് ചോദിച്ച കേട്ടില്ലേ നീ? ആ, നീ 2 പേരോട് കൂടി ഒരുമിച്ച് വിശദമായി വിസ്തരിക്കാം. എന്താ പോരെ? ആ, തൽക്കാലം സഭയൊന്ന് പിരിഞ്ഞ് ഇനി എല്ലാവർക്കും അവരുടെ വീട്ടിലേക്ക് പോകാം. ചെല്ലേ ആന്റി, ഒന്ന് കേറി. ചേച്ചി പറഞ്ഞ പോലെ ഇതിലെന്താ കളത്തിലുണ്ട്. അതാ ഇന്ന് ഇത്ര സ്മാർട്ട് ആവുന്നെ. ആ, ഇതിനാണ് മോളെ പറയുന്നേ തരികിടാ. എന്തോ കുളിയാടാ. ആ, നന്നായിട്ട് സോപ്പ് തേച്ചോ. പക്ഷെ സ്കൂളിൽ വിട്ടിട്ട് മണിക്കൂർ 2 കഴിഞ്ഞില്ലേ? മക്കളിങ്ങ വരാൻ 2 മണിക്കൂറൊന്നും ആയില്ല ഇല്ലേ? എന്നാ മോനൊന്ന് വേഗം ഇറങ്ങ. മക്കളുടെ വിസ്തരിക്കല് കേൾക്കാനേ അച്ഛനും അമ്മ റെഡി ആയിട്ട് ഇരിക്കുക. വേഗം ഇറങ്ങ. അച്ഛനെ വിവേകിനെ അറിയില്ലേ? ഏത് അമ്പളം വരുന്ന? കഴിഞ്ഞ വർഷം NCC ആ, അവൻ തന്നെയല്ലേ ഈ വർഷം NCC ക്യാപ്റ്റൻ? ആ, അവൻ തന്നെ. ഞങ്ങൾ ഒരുമിച്ചാ പാതി വഴി വരെ. ഞങ്ങള് സൈക്കിളിങ്ങനെ വരുമ്പോ പെട്ടെന്ന് അവന്റെ തലയൊന്ന് കറങ്ങി. പിന്നെ സൈക്കിള് ഞാനൊരു കടയിൽ ഏൽപ്പിച്ച് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അവനെ വീട്ടിൽ കൊണ്ടാക്കി. എത്ര പറഞ്ഞിട്ട് അവന്റെ മമ്മി ചായ കുടിക്കാതെ വിട്ടില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞപ്പോ സമയം അങ്ങ് വൈകി. എന്നാ നിനക്ക് അവിടെ നിന്ന് ഫോണിലൊന്ന് വിളിച്ചൂടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ എന്റെ കൊച്ചൻ അങ്ങനെ ഇങ്ങനൊന്നും വായി നോക്കി നടക്കില്ലെന്ന്. ആ, എന്തായാലും കൊള്ളാം. പരീക്ഷ ഇങ്ങ് അടുത്ത് വരിക. ചോദിക്കാതെയും പറയാതെയും ഇനി അങ്ങനെ കറങ്ങി തിരിയണ്ട. പണ്ട് ഇതുപോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ സ്കൂള് വിട്ട് കഴിഞ്ഞ് വീട്ടിൽ പറയാതെ ഞാൻ കെട്ടുപന്ത് കളിക്കാൻ പോയത്. അന്നൊക്കെ ഇപ്പോഴത്തെ പോലെ പന്ത് വാങ്ങിക്കാൻ പിള്ളേരുടെ കാശുണ്ടോ? ഈ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് വരിഞ്ഞ് ഒരു വലിയ പന്ത് പോലെ കെട്ടി ഉണ്ടാക്കുന്ന ഒരുതരം ബോള് വെച്ചാ കളിയൊക്കെ. കളിയുടെ രസം മൂത്ത് സന്ധ്യ ആയതറിഞ്ഞില്ല. സ്കൂള് വിട്ട് എന്നെ കാണാഞ്ഞ് അച്ഛനും സുമാരൻ നായരും ആ ചെത്തുകാരൻ പ്രസന്നും എന്ന് വേണ്ട കര മുഴുവൻ അങ്ങ് തപ്പി ഇറങ്ങി. എന്നൊക്കെ ഈ പിള്ളേരെ പിടുത്തക്കാരുള്ള കാലമാ. ഒടുവിൽ ഒരു കണക്കിന് അവരെന്നെ തപ്പിപ്പിടിച്ചു. അപ്പൊ തന്നെ കിട്ടിയില്ലേ അച്ഛന്റെ വക സമ്മാനം. വീട്ടിലോട്ട് ചെന്നപ്പോഴേ അമ്മ ചോറിലും പിടിച്ച് അങ്ങനെ തുള്ളി നിൽക്കുക. അമ്മയ്ക്ക് പിടികൊടുക്കാതിരിക്കാനായി വീടിന് ചുറ്റും ഒരൊറ്റ ഓട്ടമാ. അമ്മയുണ്ടോ വിടുന്നു, ചോറിലുമായിട്ട് പുറകെ. പണ്ടുള്ളവര് പറയുന്നേ വീടിന് ചുറ്റും ഓടിയാ
അമ്മയുടെ അമ്മിഞ്ഞായിക്ക് നീര് വരുന്ന. ഓടിച്ചിട്ട് പീടിച്ച് പൊതിരെ തല്ലി ടമാ ടിമാന്ന് പറയാതെ കളിക്കാൻ പോയതിനും കള്ളം പറഞ്ഞതിനും ഒക്കെ. അന്നത്തെ ആ അടി കൊണ്ട് വലിയൊരു ഗുണമുണ്ടായി. പിന്നീട് ഇതുവരെ എന്റെ ഈ പ്രായം വരെ കള്ളം പറഞ്ഞിട്ടില്ല. പാവ അമ്മ. അടിയും ബഹളവും വഴക്ക് പറച്ചിലും ഒക്കെ അമ്മയായിരുന്നു. അച്ഛനെ പിന്നെയും പറഞ്ഞു കളിപ്പിക്കാൻ ഈസിയാ. അമ്മയ്ക്ക് എന്നെ എന്തിഷ്ടമായിരുന്നു എന്നറിയോ? ഈ ചേട്ടന്റെ ഒരു കാര്യം അപ്പോഴത്തേക്കും കണ്ണു നിറഞ്ഞു. അയ്യോ, ഇനി അത് കൈകൊണ്ട് എടുത്തിട്ട് കയ്യിൽ കുപ്പിച്ചില കൊണ്ട് കയറണ്ട. നീ എന്തിനാ കരയുന്നേ? സാരല്ലടാ, അത് ഫ്രീ കിട്ടിയ ജഗ്ഗല്ലേ, അത്ര തന്നെ വേറെ ഇരിപ്പുണ്ടല്ലോ. സാരമില്ല. ഞാൻ കള്ള അച്ഛനോട് പറഞ്ഞ. സോറി അച്ഛ. മോൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ അച്ഛൻ മനസ്സുകൊണ്ട് മോനോട് ക്ഷമിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞുനാളിലെ മനസ്സ് തന്നെയാണല്ലോ നിന്റെ നോർത്ത് അച്ഛൻ ഉള്ളിൽ ചിരിക്കായിരുന്നടാ. അച്ഛനും മോനും ഒന്ന് തന്നെയല്ലേ? On 30th September 2001, I was on my way to Bokaro What from... are the two basic theories of atomic structure? അങ്കിളേ, രണ്ടുപേരും രണ്ടുപേരും കൂടി ഈ പണി നടക്കില്ല കേട്ടോ. ഏത് പണിയാ മോളെ? ഈ കമ്പൈൻ സ്റ്റഡി കുട്ടികൾ അവരുടെ ഭാവനയ്ക്കും അഭിരുചിക്കും ഒക്കെ അനുസരിച്ച് പഠിക്കണം എന്നാ പുതിയ സിലബസ് പറയുന്നേ. രാത്രി കിടന്ന് അലച്ചു പോവാതിരി പെണ്ണേ. അങ്കിൾ ഈ മാജിക്കും മന്ത്രവും മനക്കണക്കും ഒക്കെ പഠിപ്പിച്ച് ഈ ചെക്കൻ സ്കൂളിൽ കിടന്ന് വലിയ ഷൈനിങ്ങാ. ആണോടാ? ചുമ്മാ ആ പൊട്ടക്കണ്ണിക്കാളുടെ ഡാഡി ഗൾഫിൽ നിന്ന് വരുന്നതിന്റെ ഇളക്കവാ. മനു, പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകൾ കളിയായിട്ടാണെങ്കിൽ പോലും ഉപയോഗിക്കരുതെന്ന്. ആ ഡാഡി വരുമ്പോ മോള് പിടിച്ചിരുത്തി ഒരു കമ്പൈൻ സ്റ്റഡി നടത്ത്. നല്ല കാര്യമായി. എന്റെ ഡാഡിക്ക് ഈന്തപ്പനയിൽ എത്ര കുരു ഉണ്ടെന്ന് എണ്ണാനല്ലേ അറിയൂ. ആഹാ, പഠിപ്പിക്കാനെന്ന് പറഞ്ഞിരുന്നിട്ട് രണ്ടുപേരും കൂടെ വാചകോടിയാ. എഴുന്നേറ്റ് ഇനി കഴിച്ചിട്ട് മതി. ഒരു സബ്ജക്ട് 20 മിനിറ്റ് കൂടുതൽ ഒറ്റ സ്ട്രെച്ചിന് വായിക്കുകയോ പഠിക്കുകയോ ചെയ്താലേ ബോറടിക്കും. അപ്പൊ ഒന്ന് റിലാക്സ് ആയ വീണ്ടും ഫ്രഷ്. മഞ്ജു, നീ ആ TV ഓഫ് ചെയ്തിട്ട് വല്ലു വന്ന് കഴിച്ചേ. ഇങ്ങ തന്നേരമ്മേ. ആ, എന്നാ ഒരു പാ കൂടി അതിന്റെ മുന്നിൽ വിരിക്കാം. അവിടെ ഞാൻ കിടന്ന് കണ്ടോ. ഏത് നേരം ഒരു കാർട്ടൂൺ കാണല്. കണ്ണു പൊട്ടിപ്പോടി പെണ്ണേ. എങ്കിൽ സീരിയൽ കണ്ട അമ്മയുടെ കണ്ണ് എന്നെ പൊട്ടിയാനെ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 4-5 പേജാ ഹിസ്റ്ററിയുടെ മറ്റു എസ് എഴുതണ്ട. ഈ ഷെർഷായുടെ ഭരണപരിഷ്കാരമൊക്കെ എത്ര പഠിച്ചാലും ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ വിട്ടുപോകും. അപ്പൊ അച്ഛൻ ഒരു സൂത്രപ്പണി പറഞ്ഞു തന്നു. ഈ ഷെർഷയെ